60 വർഷം വിശുദ്ധ പാമ്പാടി തിരുമേനിയുടെ യോഗത്തിന് പൂർത്തിയാകുന്ന ഈ വേളയിൽ ഈ നാടിന് ഇന്നും അനുഗ്രഹം ആയി നിലകൊള്ളുന്ന ആ പരിശുദ്ധനെ ഓർക്കുമ്പോൾ അതിയായ സന്തോഷവും ചാരിതാർത്ഥ്യവുമുണ്ട്. ഈ ദേവാലയവും അതുപോലെ തന്നെ ഈ പ്രദേശവുമെല്ലാം അദ്ദേഹത്തിന്റെ സാന്നിധ്യം കൊണ്ട് ഇന്നും അനുഗ്രഹീതമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായി ഈ പള്ളി എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദേവാലയമാണ്. എൻ്റെ മാതാപിതാക്കളുടെ കല്യാണം ഉൾപ്പെടെ നടന്ന ഈ ദേവാലയം ഞാൻ ആദ്യമായി മധുവായിൽ ശുശ്രൂഷിക്കരുതും ഈ ദേവാലയത്തിൽ വെച്ചാണ്. വിധത്തിൽ പറഞ്ഞാൽ ഒരു സർവമത സമ്മേളനത്തിന് പ്രേരകമായി രീതിയിൽ ഒരു ഇൻസ്പിറേഷൻ കിട്ടിയതും ഈ ദേവാലയത്തിലാണെന്ന് പറയാൻ സാധിക്കും. അഭിയന്ത്യ ഒസ്താത്യോസ് തിരുമേനിയുടെ വാക്കുകൾ കേട്ടതും ഈ ദേവാലയത്തിൽ വെച്ചാണെന്ന് ഞാൻ ഈ അവസരം സൂചിപ്പിച്ചുകൊള്ളട്ടെ. പരിശുദ്ധ പാമ്പാടി തിരുമേനി അദ്ദേഹത്തിന്റെ ജീവിതകാലം മുഴുവൻ സഭയ്ക്കും സമൂഹത്തിനും നന്മ ചെയ്തുകൊണ്ടും ആർദ്രതയോടെ മറ്റുള്ളവരെ സ്വീകരിച്ചും സ്നേഹിച്ചും ജീവിതം പൂർത്തിയാക്കിയതാണ്. പക്ഷെ ഇന്ന് നമ്മളെ പ്രേരിപ്പിക്കുന്നത് അതേപോലെ മറ്റുള്ളവരെ സ്നേഹിക്കുവാനും കരുതുവാനും ചേർത്തണയ്ക്കുവാനും. പരിശുദ്ധ ബാബാ തിരുമനസ് ഇവിടെ സൂചിപ്പിച്ച വലിയൊരു പ്രശ്നം എനിക്ക് തോന്നുന്നു ഇന്ന് നമ്മളിവിടെ കൂടിയിരിക്കുമ്പോൾ അഡ്രസ് ചെയ്യുവാൻ നമുക്ക് വലിയ ബാധ്യതയുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. പ്രത്യേകിച്ച് ലഹരി എന്നുള്ളത് നമ്മുടെ സമൂഹത്തെ ബാധിച്ചിരിക്കുന്ന വലിയ ഒരു പ്രശ്നമായി മാറിയിരിക്കുന്നു. അതിനെതിരെ പോരാട്ടം നടത്തുവാൻ ഒറ്റക്കെട്ടായി സഭയും സമൂഹവും നിന്നാൽ മാത്രമേ അത് പൂർത്തിയാക്കാൻ സാധിക്കത്തുള്ളൂ. കാരണം നമ്മുടെ സ്കൂളുകൾ, ഇന്ന് രാവിലെ എന്നോടത്ത് ഒരു വ്യക്തി പറയുമായിരുന്നു, ഇവിടുത്തെ ഓരോ പ്രദേശത്തും ബാധിക്കപ്പെട്ട സ്ഥലങ്ങൾ ഒരു 10 വർഷം മുമ്പോ 5 വർഷം മുമ്പോ ഇങ്ങനെ കേട്ടിട്ടില്ല. ഓരോ സെന്റർ എടുത്തും ഓരോ സ്കൂൾ എടുത്തും ഒരാളെന്റെ അടുത്ത് പറഞ്ഞു, ഇത്രയും സ്ഥലങ്ങൾ ലഹരിയുടെ കേന്ദ്രങ്ങളായി മാറിയിരിക്കുന്നു, ലഹരി കിട്ടുവാനുള്ള സ്ഥലങ്ങളായി മാറിയിരിക്കുന്നത് പറയുകയുണ്ടായി. തീർച്ചയായിട്ടും ഈ പരിശുദ്ധന്റെ പെരുന്നാളിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ ലഹരിക്കെതിരെയുള്ള പോരാട്ടം നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റേണ്ട അനിവാര്യതയാണ് അത് സൂചിപ്പിക്കുന്നത്. ഞാൻ ഈ മണ്ഡലത്തിൽ തന്നെ ഒരു കുട്ടിയെ സന്ദർശിക്കാൻ പോയപ്പോൾ LKG പഠിക്കുന്ന കുട്ടിയാണ്. ആ കുട്ടി ഹൈ ബ്ലഡ് പ്രഷറിന്റെ പേഷ്യന്റായി മാറിയിരിക്കുന്നു. ആ കുട്ടി ഒരു തെറ്റേ ചെയ്തുള്ളൂ. LKG പഠിക്കുന്ന കുട്ടി ഒരു ക്ലാസ്സിൽ പോയി ഒരു മുട്ടായി എടുത്ത് കഴിച്ചു. അവൻ 12 ദിവസമാണ് ICU കിടന്നത്. തീർച്ചയായിട്ടും നമ്മുടെ സമൂഹത്തെ ഏത് അറ്റം വരെ അത് ബാധിച്ചിരിക്കുന്നു എന്നുള്ളത് അത് വ്യക്തമാക്കുന്ന കാര്യമാണ്. തീർച്ചയായിട്ടും അതിനെതിരെ ഏതൊക്കെ ആയുധം ഉപയോഗിക്കാമോ അതൊക്കെ നമ്മൾ ഉപയോഗിച്ചേ തീരത്തുള്ളൂ. ഞാൻ MLA ആയതിനു ശേഷം എടുത്ത ഒരു തീരുമാനം പുതുപ്പള്ളിയെ സ്പോർട്സിന്റെ സെന്റർ ആക്കണം എന്നുള്ളതാണ്. സ്പോർട്സ് എന്നുള്ളത് മികച്ചൊരു ആയുധമായി ഞാൻ കണക്കാക്കുന്ന കാര്യമാണ്. അതിന്റെ ഭാഗമായി തന്നെ 5 സെന്റേഴ്സ്, പുതുപ്പള്ളിയിൽ 4, കുറിച്ചിയിൽ 1, 5 സെന്റേഴ്സ്